പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് തൊഴിൽ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞെല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് വിളിച്ചു പറയുന്നു, MP മിനിസ്റ്റർ വിളിച്ചു പറയുന്നു, അങ്ങനെ ഞാൻ ഷൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. എവിടെ പ്രിൻസേ? പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം, വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ, സ്വന്തം സുഹൃത്തിനെ അടി ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ കള്ള മരുന്ന് കുടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അടിക്കാനില്ലേ? അടിക്കാനില്ലേ? എന്താ? എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാളെയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയാ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോണ്ട് പോടാ അവളെ. വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റത്തരൊക്കെ കാണിച്ച് ഇവന്റെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചധികം സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ, ഈ മരങ്കോടൻ. 2 ആഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. അവിടെ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, പ്രിൻസേ, എവിടെ പോയാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? രാഷ്ട്രീയക്കാരനാ. നിന്നെ ലാവിഷ് ആയിട്ട് പോറ്റാനുള്ള വക കയ്യിലുണ്ടാവും. ചേട്ടാ, ഈ കുഞ്ചിനെ കൊഞ്ചം പിടിക്കുമാ? பேருமா சொல்ல மாட்டியா? அதான் அங்க பாரு, அங்க பாரு, மோட்டார் சைக்கிள் வந்து பாரு. டாட்டா சொல்லு, டாட்டா டாட்டா. அப்படிதான், நல்ல பொண்ணு. இல்லையா? இறங்கி வாயா, இறங்கியா. என்ன சார் போனோம்? എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. നെക്സ്റ്റ് സ്റ്റോപ്പ്. മിനിമം ടിക്കറ്റ് കൊടുங்க. 70 പൈസ கொடு. 500 രൂപ നോട്ടുക്ക് ചേഞ്ച് இருக்கா? കൊണ്ടാ. സാർ, സാർ, പോക്കറ്റ് അടിച്ചു സാർ. 500 രൂപയുടെ 100 നോട്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം പോച്ചു സാർ. പോച്ച്. என்னடா ஏமாத்த பாக்குறியா? போடா வெளியே. இறங்கல സാർ, ஏதாவது போ போ. இறங்க முதல்ல. காசை கேட்டா கதை சொல்றானுங்க. வந்துட்டானுங்க. என்ன குழந்தை எங்க விட்டு நீ பாட்டுக்கு போற? விளையாடுறியா? സാർ, ഞാൻ കുട്ടിയെ മറന്നുപോയി സാർ. സാർ ഇപ്പൊ കുട്ടിയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിച്ചേനെ. മറന്നുപോയി സാർ. இல்லையா, உனக்கு இவ்வளவு மறந்து இருந்ததுன்னா குழந்தை எடுத்துட்டு வெளியில வராத. ശരി സാർ. സാർ, സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും. അല്ല, കാപ്പാത്തും കാപ്പാത്തും. പൊങ്ക, വെയിറ്റിംഗ് ചാർജ് അധികമാകും. പോയാ നീ എന്നെയും കൊണ്ടേ പോവും. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന് പടം? എങ്ങനെ ഒത്തടാ? ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും.
പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? നീ എന്തിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി. എന്താ കിടിക്കാനുള്ള? പോയടാ പോയി. ആര്? IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ, കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ബുദ്ധിമുട്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് എന്നെ അവരവിടുന്ന് ഇറക്കി വിട്ടു. എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. എന്താടാ അവിടെ? ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഈ പാരകളുടെ കൂടെ കൂടി നശിക്കും. വൃത്തികെട്ടവൻ. അവസാന നിമിഷം എന്തുണ്ടായിട്ടാ ഈ കല്യാണം വേണ്ടെന്ന് നീ പറയുന്നത്? അത് ഒരച്ഛന്റെ മുഖത്തൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ അമ്മയുടെ മുഖത്തൊക്കെ പറ. അച്ഛാ ഞാൻ അടിച്ചിട്ടില്ല. അതാ കുഴപ്പം. രണ്ടെണ്ണം അടിക്ക്, അപ്പൊ നീ നോർമൽ ആവും. ഹ്യൂമൻ സൈക്കോളജിയും പാരാസൈക്കോളജിയും അരച്ച് കലക്കി കുടിച്ചവനാ ഞാൻ. പണ്ട് എന്നെ ഒരു ആന കുത്താൻ വേണ്ട വേണ്ട ഒന്നും പറയണ്ട. എനിക്കറിയില്ല നിങ്ങളെ. നോക്ക്, അപ്പക്കുട്ട പേടിച്ചില്ലല്ലോ. എന്താ എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ബുദ്ധി ഉള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. ഹേയ് അങ്ങനെയൊന്നുമില്ല. അതെന്താ നിനക്ക് ബുദ്ധി ഇല്ലേ? Take down this order. Okay. 5 chicken fried rice and 5 chili fish. Okay. ഇന്ന് ഫ്രൈഡേ അല്ലേ? 5 chicken fried rice and 5 chili chicken. Okay. Vegetable fried rice. ഒരു സ്പെഷ്യൽ മസാല ദോശ. മസാല ദോശ കിട്ടുമോ? ഇത്ര വലിപ്പമാണോ? ഇത്ര വലിപ്പമാണോ ചോദിച്ചേ? Then 3 chapati. വലുതാണെങ്കിൽ 3. Okay, then make it 5 chapati. മീഡിയം ആണെങ്കിൽ 4. Okay, 5 chapatis and 1 പനീർ അല്ല സാർ. ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ ചമ്മന്തി. ഈ കടല പരിപ്പൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി ഇല്ലേ? Okay, vegetable curry. Okay, 1 vegetable green salad. സാമ്പാർ. Okay, I'll 4 chicken masala dosa. ചിക്കൻ മസാല. 1 chicken masala dosa. 1 chicken masala dosa. സാദാ ദോശ കിട്ടും. സാദാ ചിക്കൻ, സാദാ ചില്ലി ചിക്കൻ, സാദാ ദോശ, പൂരി ദോശ, പൂരി ചിക്കൻ. മിണ്ടായിരിക്കണോ? ഞാൻ ഇവിടെ പറഞ്ഞ ചിക്കൻ ദോശ, വാഴയില ചിക്കൻ. ഒന്നും വേണ്ട, ഫുഡ് ക്യാൻസൽ. നോക്കിക്കോ, സ്വിച്ച് ഇട്ടാ ഉടനെ ഇവിടെ ലൈറ്റ് എത്തും. കണ്ടാ, ഇതാണ് ബെഡ്റൂം. ആഹാ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഫർണിഷ്ഡ്, അടുക്കളയിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കൊള്ളാലോ. കൊള്ളൂലാത്ത സ്ഥലം ഞാൻ ഏർപ്പാടാക്കി തരുമോ? വാടകയൊക്കെ കുറവാണല്ലോ അല്ലേ? വളരെ ചീപ്പാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി. ഓ, അതൊന്നും അത്ര വലിയ കാര്യമില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ കൂടുതൽ കാറ്റ് വേണമെങ്കിൽ ആ ജനൽ അല്പം കൂടെ തുറന്നിട്ട്. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. അയ്യോ, താൻ പുറത്തിറങ്ങിയില്ല. തൂവൽ കിടക്കുകൾ വിരിച്ചോട്ടെ. എന്താ എന്താ? അല്ല, എന്താ? ഒന്നുമില്ല. എനിക്കൊന്ന് കിടക്കണം. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. അല്ല, പങ്കം പോയിക്കോളൂ. ഞാനെവിടെ പോകാൻ? പങ്കിന് വീട്ടിൽ പോണ്ടേ? ഇതാണ് എന്റെ വീട്. ഇതല്ലാതെ വേറെ എനിക്ക് വീടില്ല. അല്ല, ഇത് എനിക്ക് വാടകയ്ക്ക് തന്നു എന്നല്ലേ പറഞ്ഞത്? ആദ്യം നീ
അതേടാ, സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലുത്. ഒരാഴ്ചയല്ല, വേണമെങ്കിൽ 1 മാസം നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കും. ഇവര് രണ്ടുപേരും. രണ്ടുപേരും? അപ്പൊ നീയാ? അയ്യോ, എനിക്ക് പോണം. അവിടെ പേഷ്യൻസ് ഒക്കെ എനിക്ക് വേണ്ടി. എന്ത് പേഷ്യൻസ്? പല്ലുവനക്കാരല്ലേ? സാരമില്ല, പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേദന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലിൽ. ഇന്ന് കത്തൊന്നുമില്ലാട്ടോ. പോട്ടെ ടീച്ചർ, പോട്ടെ രമേ, പോട്ടെ രാധേ, പോട്ടെ ഇന്ദു, പോട്ടെ തോട്ടെ MLA.